ഒരു ഗ്രാമപ്രദേശമാണ്. ഭയങ്കര മനോഹരത തിങ്ങി നിറഞ്ഞു നിൽക്കുക എന്ന് പറയില്ലേ, എന്ന പോലെ ചുറ്റും വാഴകളാണ്. ഇവിടെ തെങ്ങുണ്ട്, കോങ്ങ്, അങ്ങനെയൊക്കെയാണ്. ഇതിൻ്റെ അപ്പുറത്ത് പുഴ കേട്ടോ, ഈ റോഡിൻ്റെ അപ്പുറത്ത് പുഴയാണുള്ളത്. അവിടെ ഒരു ചായക്കടയുണ്ട്. ചായക്കട കാണിച്ചുതരാം. ബിജുവേട്ടന് ചായക്കട എന്നാ പറയാം. ചെറിയ റോഡാണ്, ഒരു ഗ്രാമ പ്രദേശമാണ്. റോഡൊക്കെ ചെറുതായിട്ട് പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ട്. വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാൻ ഇറങ്ങുന്ന പതിവാണ്. ബിജുവേട്ടൻ്റെ ചായക്കട എന്നാ പറയാം. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ചായയൊക്കെ കുടിക്കൽ പതിവാണ്. ചായ കുടിച്ചാലേ ഒരു മനസ്സിനൊരു സമാധാനം കിട്ടുള്ളൂ. അത് സമാധാനം കിട്ടുള്ളൂ പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കുടിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഫീലാണ് ഉള്ളത്. ഇതാണ് കേട്ടോ ചായക്കട. ചായക്കട വേണ്ട, ചുറ്റും ആ വീടുകളൊന്നുമില്ല. ഇതിൻ്റെ ഇടയ്ക്കാണ് ഒരു ചായക്കട. കുറച്ച് വിശാലമായ ഫ്രണ്ട് സൈഡിൽ കുറച്ച് സ്ഥലം, ഒരു ഓടിട്ട ചായക്കടയും ഷീറ്റൊക്കെ ഇട്ട് നമ്മളങ്ങനെ ബിജുവേട്ടൻ്റെ ചായക്കടൻ്റെ ഉള്ളിലെത്തി കേട്ടോ. ഇതാണ് ചായക്കട. ഇടയ്ക്ക് ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്നിട്ടും പോയി കൊണ്ടൊക്കെ ഇരിക്കും. ബിജുവേട്ടൻ ചായ കഴിച്ച് വരുന്നുണ്ട്. എവിടെ കിട്ടുക? ഇതിനിടയ്ക്ക് ബിജുവേട്ടൻ പൊറോട്ടയും കോഴിപ്പാട്സും ആയിട്ട് വന്നു കേട്ടോ. കോഴിപ്പാട്സ് ഫ്രീ ആയിട്ട് തന്നാണ്, നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ട്. ഒരു പൊറോട്ടയും, വിശപ്പൊന്നുമില്ല, എന്നാലും നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ കഴിക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വാങ്ങിയതാണ്. ഉണ്ടാവും ഒരു കെമിക്കലും ചേർക്കാത്ത മത്തങ്ങ. ഇതൊക്കെ അടുത്തുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാക്കുന്ന കിഴങ്ങ്, ഒരു മരുന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന കേട്ടോ. അതൊക്കെ ഇവിടെ വാഴക്കൊലകളുണ്ട്, ഒരു മരുന്നും ചേർക്കാത്ത. ഒക്കെ ഇവിടെയുള്ള ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഒന്നും പുറത്തൊന്നും ഉപയോഗിച്ചില്ല. ഇവിടെ നാട്ടുകാരെന്നെ കൊണ്ടു കൊടുക്കുന്നതാണ്. പഴം, പച്ചമുളക്, തക്കാളി, പച്ചക്കറി ഐറ്റംസ് എല്ലാം ഇവിടെ തന്നെയാണ്. അത് ഉരുളക്കിഴങ്ങ് മാത്രമാണ് കുറച്ച്